Hello everybody, welcome to my YouTube channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ അനലിറ്റിക്കൽ തിയറി, ഓൾസോ നോൺ ആസ് എംഫസിസ് ഓൺ സൈക്കോഡൈനാമിക്സ്. സോ ബേസിക്കലി സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോ അനലിറ്റിക്കൽ തിയറി ഡെവലപ്പ് ആക്കിയിരിക്കുന്നത് ലേറ്റ് 19th and 20th സെഞ്ച്വറിയിലാണ് ഇത് ഡെവലപ്പ് ആക്കിയിരിക്കുന്നത്. ഇത് ബേസിക്കലി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അവർ ഹ്യൂമൻ മൈൻഡിനെ പറ്റി മെയിൻലി ഇമ്പോസ് ആക്കിയിരിക്കുന്നത്. ഇൻഫ്ലുവൻസ് ഓഫ് അൺകോൺഷ്യസ് സൈക്കോളജിക്കൽ പ്രോസസ്സസ്, റിപ്രസ്ഡ് മെമ്മറി, അൺറിസോൾവ്ഡ് ചൈൽഡ്ഹുഡ് കോൺഫ്ലിക്ട്സ്, ഇതിനൊക്കെ പറ്റി ഈ തിയറിയിൽ മെയിൻലി ഫോക്കസ് ആക്കിയിരിക്കുന്നത്. ആദ്യത്തെ ടോപ്പിക്ക് ദ ടോപ്പോഗ്രാഫിക്കൽ മോഡൽ ഓർ ദ ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ്. ഫ്രോയിഡിൻ്റെ ടോപ്പോഗ്രാഫിക്കൽ മോഡൽ ഒരു ഐസ്ബർഗ് ആയിട്ടാണ് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 3 ലെവലായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദ കോൺഷ്യസ്, ദ പ്രീ കോൺഷ്യസ്, ദ അൺകോൺഷ്യസ്. ദ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ദ സ്മോളസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ആക്സസിബിൾ പാർട്ടാണ് ഓഫ് ദ ഐസ്ബർഗ് ബൈ സിഗ്മണ്ട് ഫ്രോയിഡ്, ഇൻക്ലൂഡിങ് കറൻറ്റ് തോട്ട്സ് ആൻഡ് പെർസെപ്ഷൻ. കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോധം ഉള്ളൊരു സ്റ്റേറ്റാണ് കോൺഷ്യസ്. ദ പ്രീ കോൺഷ്യസ്, മെമ്മറീസ് ആൻഡ് നോളജ് നോട്ട് കറൻ്റ്ലി ഇൻ അവെയർനെസ് ബട്ട് ഇറ്റ് ക്യാൻ ബി റീകോൾഡ്. കറൻ്റ്ലി അവെയർ അല്ല, ബട്ട് ഇത് നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റും. ദ അൺകോൺഷ്യസ്, the vast critical part containing repressed thoughts, wishes, feelings, driving personality and behavior without awareness. ഇതിൽ തോട്ട്സ്, ഫീലിങ്സ്, റിപ്രസ്ഡ് ആയിട്ടുള്ള തോട്ട്സ്, വിഷസ്, ബിഹേവിയർ ഒക്കെ അവെയർനെസ്സിലായിരിക്കില്ല, വിത്തൗട്ട് അവെയർനെസ്. സോ ബേസിക്കലി കോൺഷ്യസ്, പ്രീ കോൺഷ്യസ് ആൻഡ് ദി അൺകോൺഷ്യസ്, ഈ 3 ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ്. അടുത്ത ടോപ്പിക്ക് ദ സ്ട്രക്ചറൽ മോഡൽ, ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഫ്രോയിഡിൻ്റെ സ്ട്രക്ചറൽ മോഡൽ പേഴ്സണാലിറ്റീനെ എങ്ങനെയാണ് 3 തരമായിട്ട് ഡിവൈഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇഡ്, സെക്കൻഡ് വണ്ണാണ് ഈഗോ, തേർഡ് വണ്ണാണ് സൂപ്പർ ഈഗോ. ഇഡിനെ പറയുന്നതാണ് ഒരു പ്ലഷർ പ്രിൻസിപ്പിൾ. അതെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് നീഡ്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കേക്ക് കണ്ടു നോട്ട്, അപ്പോൾ കേക്ക് കാണുമ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി അവർക്ക് കഴിക്കണം എന്നുള്ളൊരു ടെൻഡൻസി, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു സാധനം അവർ കാണുമ്പോൾ അത് വേണം, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു വർക്ക് കാണുമ്പോൾ അത് അപ്പം തന്നെ കംപ്ലീറ്റ് ആക്കണം, അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു ടെൻഡൻസിയാണ് ഇഡ്. ഈഗോ എന്ന് പറഞ്ഞാൽ റിയാലിറ്റി പ്രിൻസിപ്പിളാണ്. ഇത് റാഷണൽ തോട്ടിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കേക്ക് കണ്ട് അപ്പോൾ ഇമ്മീഡിയറ്റ്ലി കഴിക്കണം, ഇഡ് ആക്ടിവേറ്റ് ചെയ്ത്. ഈഗോ അതിൻ്റെ ഒരു റിയാലിറ്റി പ്രിൻസിപ്പിളും കൂടെ കാണണം. ഇപ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് നോട്ട്, അപ്പോൾ ആ ഫ്രണ്ടിനും കൂടെ ഒന്ന് കൊടുക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി, റിയാലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് പറയുന്നത്. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ മൊറാലിറ്റി പ്രിൻസിപ്പിളിനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൊരു കേക്ക് കണ്ട് അത് ഇമ്മീഡിയറ്റ്ലി വേണം എന്നുള്ളൊരു തോട്ട് വന്ന്, പിന്നെ നമ്മളൊരു ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളൊരു തോട്ട് വന്ന്, പിന്നെ ഇനി ഇത് ബാക്കിയുള്ളവർക്കും കൂടെ കൊടുക്കണ്ടേ, ഞാൻ ഇപ്പം തന്നെ കഴിക്കരുത് എന്നുള്ളൊരു തോട്ടാണ് സൂപ്പർ ഈഗോ. അതിൻ്റെ മൊറാലിറ്റി പ്രിൻസിപ്പിളും കൂടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് 3 ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. സ്ട്രക്ചറൽ മോഡലാണ് ഫ്രോയിഡ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. അടുത്തതാണ് ഡിഫെൻസ് മെക്കാനിസം. ഫസ്റ്റ് ഡിഫെൻസ് മെക്കാനിസമാണ് റിപ്രഷൻ. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ്ലി പുഷിങ് ഡിസ്റ്റർബിങ് തോട്ട്സ് ഇൻ ടു ദ
memories and thoughts into the unconsciousness. Unconsciously pushing the thoughts into the unconsciousness. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള തോട്ട്സ് നമ്മൾ അൺകോൺഷ്യസിലേക്ക് തള്ളിയിടാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സിവിയർ ട്രോമ സർവൈവ് ചെയ്ത ഒരാൾക്ക് നോ കോൺഷ്യസ് മെമ്മറി ഓഫ് ദി ഇവൻറ്റ്സ്, അയാൾക്ക് കോൺഷ്യസ് മെമ്മറി ഉണ്ടാവില്ല ആ ഇവൻറ്റ്സിൻ്റെ. അതാണ് റിപ്രഷൻ. ഡിനയൽ എന്ന് പറഞ്ഞാൽ റിഫ്യൂസിങ് ടു ആക്സെപ്റ്റ് ഹാർഷ് റിയാലിറ്റി. ഡിനയൽ എന്ന് പറഞ്ഞാൽ റിഫ്യൂസിങ് ടു ആക്സെപ്റ്റ് അപ്സെറ്റിംഗ് റിയാലിറ്റീസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് തൊട്ട്, അപ്പോൾ അയാൾ പറയും അയാൾക്ക് ക്യാൻസർ ഇല്ല, എനിക്ക് അങ്ങനത്തെ അസുഖമൊന്നും ഇല്ല എന്നുള്ളൊരു റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും. അപ്പോൾ അതാണ് ഡിനയൽ. നെക്സ്റ്റ് ഈസ് പ്രൊജക്ഷൻ. ആട്രിബ്യൂട്ടിങ് വൺസ് ഓൺ അൺആക്സെപ്റ്റബിൾ തോട്ട്സ് ഓർ ഫീലിംഗ് ഇൻ ടു അനദർ പേഴ്സൺ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്പൗസിന് ബാക്കിയുള്ളവരോട് അട്രാക്ഷൻ തോന്നുകയാണെങ്കിൽ അപ്പോൾ അവരുടെ പാർട്ട്ണറിനെ ചീറ്റിങ്ങിനെ അക്യൂസ് ചെയ്യും. അപ്പോൾ അതാണ് പ്രൊജക്ഷൻ. അടുത്തതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഷിഫ്റ്റിംഗ് ഇമ്പൾസസ് ഫ്രം എ ത്രെറ്റനിങ് ടാർഗറ്റ് ടു എ സേഫർ വൺ. ഇപ്പോൾ ഒരു എംപ്ലോയീനെ ഷൗട്ട് ചെയ്ത് ബോസ്, അപ്പോൾ ആ എംപ്ലോയി വീട്ടിൽ പോയിട്ട് ആളുടെ സ്പൗസിനെ ഷൗട്ട് ചെയ്യും. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. നെക്സ്റ്റ് ഈസ് റാഷണലൈസേഷൻ. ക്രിയേറ്റിംഗ് ലോജിക്കൽ ആൻഡ് എക്സ്ക്യൂസസ് ഫോർ അൺആക്സെപ്റ്റബിൾ ബിഹേവിയർ. അപ്പം ഒരു സ്റ്റുഡൻ്റ് ഒരു ടെസ്റ്റ് ഫെയിലായി നോട്ട്, അപ്പം അത് ആ ടെസ്റ്റിനെ ബ്ലെയിം ചെയ്യും. പിന്നെ ടീച്ചേഴ്സിൻ്റെ പുവർ ടീച്ചിങ് ആണെന്നുള്ളതൊരു കൺസെപ്റ്റ് പറയും. കാരണം ആ കൊച്ച് ലാക്ക് ഓഫ് സ്റ്റഡിയിങ്ങിനെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, പക്ഷെ ആ ടീച്ചറിൻ്റെ പ്രോബ്ലമാണ്, മെറ്റീരിയലിൻ്റെ പ്രോബ്ലമാണ് എന്നൊക്കെ പറഞ്ഞ് എക്സ്ക്യൂസസ് ഉണ്ടാക്കും. ഒരു അൺആക്സെപ്റ്റബിൾ ബിഹേവിയറിന് വേണ്ടി ലോജിക്കൽ എക്സ്ക്യൂസസ് ഉണ്ടാക്കുന്നതിനാണ് റാഷണലൈസേഷൻ. ഇനി റിഗ്രഷൻ. റിട്രീറ്റിംഗ് ടു ആൻ ഏർലിയർ ലെസ് മെച്യൂർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് അണ്ടർ സ്ട്രെസ്. അതെന്ന് പറഞ്ഞാൽ ഏർലിയർ സ്റ്റേജസ് ഓഫ് ലൈഫിലേക്ക് പോണ ഒരു ബിഹേവിയർ ഷോ ചെയ്യുമെന്നാണ് പറയുന്നത്. അതിലെന്താണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ മാർക്ക് ഒരു കുട്ടി മാർക്ക് കുറച്ച് ലോ ആയി കിട്ടിയെന്ന് തൊട്ട്, അപ്പോൾ ആ മാർക്ക് ഒരു മാർക്കും കൂടെ കൂട്ടിയിട്ടാൽ ചിലപ്പോൾ ആ കുട്ടിക്ക് പാസ്സാവും. അപ്പോൾ ആ ഒരു മാർക്ക് കിട്ടാൻ വേണ്ടി ആ കുട്ടി ചൈൽഡിഷ് ബിഹേവിയർ ഷോ ചെയ്യും. ഇങ്ങനെ പറയും, മിസ്സേ ഒരു മാർക്കും കൂടി ഇട്ടതായോ, അല്ലെങ്കിൽ ടീച്ചർ 1 more മാർക്ക് ഗീവ് മീ പ്ലീസ് ടീച്ചർ, ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഏർലിയർ സ്റ്റേജിലേക്ക് മാറുന്നുണ്ട്, ചൈൽഡ്ഹുഡ് ബിഹേവിയർ ഇമ്പോസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അടുത്തത് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ചാനലിംഗ് അൺആക്സെപ്റ്റബിൾ ഇമ്പൾസസ് ഇൻ ടു സോഷ്യലി ആക്സെപ്റ്റബിൾ ബിഹേവിയർ. നേരത്തെ നമ്മൾ പറഞ്ഞ് ഡിസ്പ്ലേസ്മെൻറ്റിൽ ഒരു ബോസ് ആളുടെ എംപ്ലോയിനെ യെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അവർ വീട്ടിൽ പോയിട്ട് ആളുടെ സ്പൗസിനെ മേത്ത് അയാൾ യെല്ല് ചെയ്യുമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഒരു ബോസ് എംപ്ലോയീനെ ഷൗട്ട് ചെയ്ത്, അപ്പോൾ ആ എംപ്ലോയി വീട്ടിൽ പോയിട്ട് വൈഫിൻ്റെ മേൽ ഷൗട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് പകരം ഇവിടെ ഷൗട്ട് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ തുണി അലക്കുക, അല്ലെങ്കിൽ വേറെ വല്ല സോഷ്യലി ആക്സെപ്റ്റബിൾ ബിഹേവിയർ, ഇപ്പോൾ പോണ്ടിലേക്ക് കല്ലെറിയുക, അങ്ങനെ നമ്മളുടെ തോട്ട്സിനെ മാറ്റുക. ഇതാണ് ഡിഫെൻസ് മെക്കാനിസം. ഇനി അടുത്തത് ഫ്രോയിഡിൻ്റെ
സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഫ്രൂയിഡ് ഒരു 5 സ്റ്റേജസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജസ് ഫുൾഫില്ലായില്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് ഒരു ചൈൽഡിൻ്റെ ലൈഫിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജാണ് ഓറൽ സ്റ്റേജ്. ഇത് ബർത്ത് തൊട്ട് 18 മന്ത്സ് വരെ ഉള്ളതാണ്. ഇത് ഫിക്സേഷൻ, ഓറൽ ഹാബിറ്റ്സ് അല്ലെങ്കിൽ സ്മോക്കിങ്, ഓവർ ഈറ്റിങ് അങ്ങനെ ഒക്കെ ഉള്ളൊരു ടെൻഡൻസീസ് ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജാണ് ആനൽ സ്റ്റേജ്. അത് 18 മന്ത്സ് ടു 3 ഇയേഴ്സ്. ഇതിൽ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നതാണ് ഈ കൊച്ചിന്. അപ്പോൾ ഇതിൽ നമ്മൾ ഫെയിലിയർ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് വന്നാൽ ആനൽ റിട്ടൻറ്റീവ് അല്ലെങ്കിൽ ആനൽ എക്സ്പ്ലോസീവ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുമെന്നാണ് പറയുന്നത്. ആനൽ റിട്ടൻറ്റീവ് എന്ന് പറഞ്ഞാൽ ഹാർഷ് ടോയ്ലറ്റ് ട്രെയിനിങ് കാരണം ഉണ്ടാവുമെന്നുള്ളൊരു കൺസെപ്റ്റാണ് ആനൽ റിട്ടൻറ്റീവ്. ആനൽ എക്സ്പ്ലോസീവ് എന്ന് പറഞ്ഞാൽ ലീനിയൻറ്റ് ടോയ്ലറ്റ് ട്രെയിനിങ്, ഈസി ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ കൊടുത്താൽ. അടുത്തത് ഫാലിക് സ്റ്റേജ്. ഫാലിക് സ്റ്റേജിൽ എലക്ട്രാ കോംപ്ലക്സ്, ഒഡീപ്പസ് കോംപ്ലക്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാസ്ട്രേഷൻ ആങ്സൈറ്റി. എലക്ട്രാ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ബോയ്സിന് അവരുടെ മദറിനോട് തോന്നുന്നൊരു സെക്ഷൽ അട്രാക്ഷൻ, അത് 3 to 6 ഇയേഴ്സിലുള്ളൊരു അട്രാക്ഷനാണ്. എലക്ട്രാ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഗേൾസിന് അവരുടെ ഫാദറിനോട് തോന്നുന്നൊരു ഡിസയർ, അത് 3 to 6 ഇയേഴ്സിൽ കാണുന്നതാണ്. ഫിക്സേഷൻ ഒരു ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ അല്ലെങ്കിൽ സെക്ഷൽ ഡീവിയൻസ് ഉണ്ടാക്കാനായിട്ടൊരു ചാൻസസ് ഉണ്ട്. ലാറ്റൻസി സ്റ്റേജ് 6 ഇയേഴ്സ് ടു പ്യൂബർട്ടി ആണ് ലാറ്റൻസി സ്റ്റേജ്. ഇവിടെ സൈക്കിക് എനർജി ഈസ് ചാനൽഡ് ഇൻ ടു നോൺ സെക്ഷൽ ആക്ടിവിറ്റീസ് ലൈക്ക് സ്കൂൾ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഹോബീസ്. സ്കൂൾ ഫ്രണ്ട്ഷിപ്പ് ഹോബീസ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറുമെന്നാണ് പറയുന്നത്. ലാസ്റ്റ് സ്റ്റേജാണ് ജെനൈറ്റൽ സ്റ്റേജ്. ഇത് പ്യൂബർട്ടി ഓൺവേർഡ്സ് ഉള്ള സ്റ്റേജാണ്. ഇതിന് സക്സസ്ഫുൾ ഡെവലപ്മെൻറ്റ് ലീഡ്സ് ടു വെൽ അഡ്ജസ്റ്റ്, കെയറിങ് ആൻഡ് പ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽ കേപ്പബിൾ ഓഫ് ലവ് ആൻഡ് വർക്ക്. ഈ ഒരു സ്റ്റേജ് സക്സസ്ഫുൾ ആയാൽ ഒരു ഇൻഡിവിജ്വൽ വെൽ അഡ്ജസ്റ്റഡ് ആയിരിക്കും, കെയറിങ് ആയിരിക്കും, പിന്നെ പ്രൊഡക്റ്റീവ് ആയിരിക്കും, കേപ്പബിൾ ഓഫ് ലവ് ആൻഡ് വർക്ക്. പിന്നെ ഫ്രൂയിഡിൻ്റെ ക്രിറ്റിസിസം. എന്താണ് ഈ തിയറിയിൽ ലാക്ക് ചെയ്യുന്ന കാര്യം, എന്താണ് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ കാരണം? ലാക്ക് ഓഫ് എംപിറിക്കൽ ടെസ്റ്റബിലിറ്റി. എംപിറിക്കൽ ടെസ്റ്റബിലിറ്റി ലാക്ക് ചെയ്യുന്ന കാരണം കൺസെപ്റ്റ്സ് ആർ ഡിഫിക്കൽട്ട് ടു ടെസ്റ്റ് സയൻറ്റിഫിക്കലി. അപ്പോൾ റിലൈയിങ് ഓൺ ക്ലിനിക്കൽ കേസ് സ്റ്റഡീസ്, അതൊക്കെ കാരണം എംപിറിക്കൽ ടെസ്റ്റബിലിറ്റി. സെക്കൻഡ് വൺ, ഓവർ എംബസിസ് ഓഫ് സെക്ഷുവാലിറ്റി. ഇതിൽ ഏർലി ചൈൽഡ്ഹുഡ് സെക്ഷുവാലിറ്റി ആൻഡ് അഗ്രസീവ് ഡ്രൈവ്സ് ഇതിനെ ഫോക്കസ് ചെയ്യും. നെഗ്ലക്റ്റിംഗ് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സിനെ ഇഗ്നോർ ചെയ്യുമെന്നാണ് പറയുന്നത്. ജെൻഡർ ആൻഡ് കൾച്ചറൽ ബയാസ്. മേ ബി ഈ തിയറിയിൽ ഫോർ ജെൻഡർ ആൻഡ് കൾച്ചറൽ ബയാസ് കാണിക്കുന്നതാണ് പറയുന്നത്. അടുത്തതാണ് കാൾ യുങ്, അനലിറ്റിക്കൽ സൈക്കോളജി. കാൾ യുങ് ഒരു ഇൻഫ്ലുവൻഷ്യൽ തിയറിസ്റ്റ് ആയിരുന്നു. ഇയാൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് ഫോക്കസ് ചെയ്ത്. പിന്നെ ഇയാളുടെ വർക്കിന് അനലിറ്റിക്കൽ സൈക്കോളജി എന്നാണ് പറയുക. ഹോളിസ്റ്റിക് മോഡൽ ഓഫ് ദ ഹ്യൂമൻ സൈക്കി. ഇയാൾ ഷിഫ്റ്റിംഗ് ഫോക്കസ് ഫ്രം സിഗ്മണ്ട് ഫ്രോയിഡ്സ് എംബസിസ് ഓൺ സെക്ഷുവൽ ഇൻസ്റ്റിങ്ക്ട്സ് ടു എ ഡീപ്പർ എക്സ്പ്ലോറേഷൻ ഓഫ് ദ അൺകോൺഷ്യസ്, സ്പിരിച്വാലിറ്റി, ലൈഫ് ലോങ് പ്രോസസ് ഓഫ് സൈക്കോളജിക്കൽ ഗ്രോത്ത്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ കാര്യങ്ങൾ നിന്ന് കുറച്ചും കൂടെ ഡിഫറൻഷ്യേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മിത്തോളജി, ആന്ത്രോപോളജി, ഫിലോസഫി, റിലീജൻ ഒക്കെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഒക്കെ ഉപയോഗിച്ച് ഇയാൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്.
യുങ്ങിൻ്റെ പേഴ്സണാലിറ്റി ടോപ്പോളജിയാണ് പറയുന്നത്. ആറ്റിറ്റ്യൂഡ്സ്. യുങ്ങിൻ്റെ മെയിൻ കൺസെപ്റ്റാണ് ഇൻട്രോവേർഷൻ വേഴ്സസ് എക്സ്ട്രോവേർഷൻ. ഇപ്പം നമുക്ക് ഒക്കെ അറിയുന്ന കാര്യമാണ്. ഇൻട്രോവേർട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ അധികം സോഷ്യലായിരിക്കില്ല. അവരുടെ ഒരു ഇന്നർ വേൾഡിൽ അവർ കംഫർട്ടബിളായിരിക്കും. പിന്നെ മേ ബി ഇവർക്ക് ടു മച്ച് ഇമ്മേഴ്സായ ഒരു ഇന്നർ വേൾഡായിട്ട് ഇവർ ലൂസ് ടച്ച് വിത്ത് റിയാലിറ്റി. അങ്ങനെയാവാം ഇൻട്രോവേർട്ട്സ്. പിന്നെ ഓറിയൻറ്റേഷൻ ടുവേർഡ്സ് ദ ഇന്നർ വേൾഡ്, സബ്ജക്റ്റീവ് വേൾഡ്. പിന്നെ എക്സ്ട്രോവേർഷൻ എന്ന് പറഞ്ഞാൽ ഇവർ മോർ സോഷ്യലായിരിക്കും. ഓറിയൻറ്റേഷൻ ടുവേർഡ്സ് ദ ഔട്ടർ ഒബ്ജക്റ്റീവ് വേൾഡ്. പിന്നെ ഇൻട്രോവേർഷൻ എക്സ്ട്രോവേർഷൻ കൂടാണ്ട് റിലേഷണൽ ഫങ്ഷൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്നതാണ് തിങ്കിങ്, ഫീലിംഗ്, സെൻസേഷൻ ആൻഡ് ഇൻറ്റ്യൂഷൻ. തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റിംഗ് ഐഡിയാസ് വിത്ത് ലോജിക്. ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റിംഗ് ഐഡിയാസ് ബേസ്ഡ് ഓൺ പേഴ്സണൽ വാല്യൂ. ഇറാഷണൽ ഫങ്ഷൻസിനാണ് സെൻസേഷൻ, പെർസീവിങ് ദ വേൾഡ് ത്രൂ ദ സെൻസസ്. ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പെർസീവിങ് ത്രൂ അൺകോൺഷ്യസ് ഇൻസൈറ്റ്സ് ഓർ ഹൺഷസ്. ഇനി അടുത്ത ടോപ്പിക്കാണ് യുങ്ങിൻ്റെ പേഴ്സണൽ ആൻഡ് കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്. യുങ് അൺകോൺഷ്യസിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രോയിഡിൻ്റെ കൺസെപ്റ്റിനെ എക്സ്പാൻഡ് ചെയ്തിട്ട്. പേഴ്സണൽ അൺകോൺഷ്യസ്നെസ് ആൻഡ് കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്. പേഴ്സണൽ അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ബിനീത്ത് ദ ഈഗോ ആണ് ഇത് ലേ ചെയ്യുന്ന. കണ്ടെയ്ൻസ് forgotten, repressed or subliminally perceived experiences. ഇതിൽ റിപ്രസ്ഡ് ആയിട്ടുള്ള പെയിൻഫുൾ മെമ്മറീസ്, അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർഗോട്ടൻ മെമ്മറീസ്, ഒരു ഇൻഡിവിജ്വലിൻ്റെ പാസ്റ്റിലത്തെ എല്ലാ കാര്യങ്ങളും ലേ ചെയ്യുന്നതാണ് പറയുന്നത്. ഇത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അൺകോൺഷ്യസ്നെസ്സിന് സിമിലർ ആയിരിക്കും. ഇതാണ് പേഴ്സണൽ അൺകോൺഷ്യസ്നെസ്. കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരു ഡീപ്പസ്റ്റ് ലെയറാണ്, യൂണിവേഴ്സൽ ലെയർ ഓഫ് ദ സൈക്കി എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഷെയർഡ് ബൈ ഓൾ ഹ്യൂമാനിറ്റി. എല്ലാ ഹ്യൂമൻ ബീയിങ്സും പൊസസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സൽ ലെയറാണ്. ഇത് ഇൻഹെറിറ്റഡ് ആയിരിക്കും. ഇത് പേഴ്സണൽ എക്സ്പീരിയൻസ് വഴിയല്ല അക്വയർ ചെയ്തിരിക്കുന്നത്. ഇതാണ് പേഴ്സണൽ അൺകോൺഷ്യസ്നെസ് ആൻഡ് കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്. ആർക്കിടൈപ്സ് അടുത്ത കൺസെപ്റ്റാണ്. ആർക്കിടൈപ്സ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ പാറ്റേൺ. ദേ ആർ ഇൻഹെറിറ്റഡ് പ്രീഡിസ്പൊസിഷൻ ടു റെസ്പോണ്ട് ദ വേൾഡ് ഇൻ സർട്ടൻ വേസ്, റെപ്രസെൻറ്റിംഗ് എനർജീസ് ഓഫ് ദ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്. ഇതിൽ മെയിൻ പറയുന്ന ഒരു യൂണിവേഴ്സൽ പാറ്റേൺസ് ആണ്. അതിൽ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള പാറ്റേണാണ് യൂണിവേഴ്സൽ ഇൻഹെറിറ്റഡ് പാറ്റേൺ ഓർ ഇമേജസ് ഫൗണ്ട് ഇൻ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്. ഇതിൽ മെയിനായിട്ടുള്ള ആർക്കിടൈപ്സ് പെർസോണ, ഷാഡോ, ആനിമ, ആനിമസ്, ദ സെൽഫ്. ഈ സംഭവങ്ങളാണ് ഇതിൽ മെയിൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പെർസോണ എന്ന് പറഞ്ഞാൽ മാസ്ക്. അതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പബ്ലിക് ഫേസ് ആൻഡ് നോട്ട് ദ ട്രൂ സെൽഫ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പബ്ലിക്കിൽ നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ബിഹേവിയർ ഉണ്ടാവും. അത് മാസ്ക് പോലെ നമ്മൾ ധരിച്ച് ആ ബിഹേവിയറിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യും. പെർസോണ ആണ് അതിനെ പറയാം. പിന്നുള്ളത് ഷാഡോ. ഷാഡോ എന്ന് പറഞ്ഞാൽ ഹിഡൻ, റിപ്രസ്ഡ്, ഡാർക്ക് സൈഡ് ഓഫ് പേഴ്സണാലിറ്റി. ആനിമ, ആനിമസ് എന്ന് പറഞ്ഞാൽ ആനിമ എന്ന് പറഞ്ഞാൽ ഒരു മാനിൻ്റെ സൈക്കിളിലത്തെ ഫെമിനൈൻ സൈഡ്.
ദ ഫെമിനൈൻ സൈഡ് ഇൻ എ മാൻസ് സൈക്കി. ഒരു മാനിൻ്റെ ഒരു ഫെമിനൈൻ സൈഡ്. ആനിമസ് എന്ന് പറഞ്ഞാൽ ഒരു വുമൻ്റെ സൈക്കിയിൽ ഉള്ള ഒരു മാസ്കുലൈൻ സൈഡ് എന്ന് പറഞ്ഞാൽ വുമൻ്റെ ഒരു മാസ്കുലൈൻ സൈഡ്. ദ സെൽഫ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർക്കിടൈപ്പ്. ഇതിനെ ഹോൾനെസ്, യൂണിറ്റി, ഇൻ്റഗ്രേഷൻ ഒക്കെ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് യുങ്ങിൻ്റെ തിയറിയിലും സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറിയിലും സമ്മറി പോലെയായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു.